വാർത്തയാണ്. ട്രെയിനിൽ വീണ്ടും ആക്രമണം. കൊല്ലം ശാസ്താംകോട്ടയിൽ ഭിന്നശേഷിക്കാരായ യാത്രക്കാരന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസിൽ വെച്ചാണ് ആക്രമണം. അക്രമി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അജി, വീണ്ടും ട്രെയിനിൽ വെച്ച് ഒരാൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന കാര്യം. ഇന്ന് രാവിലെ ഏകദേശം 10:00-ഓടുകൂടെയാണ് കരുനാഗപ്പള്ളിക്കും ശാസ്താംകോട്ടയ്ക്കും ഇടയിൽ വെച്ച് ഐലൻഡ് എക്സ്പ്രസിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. അതും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോച്ചിൽ വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഗൗരവകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ആലുവയിൽ ബന്ധുവീട്ടിൽ പോയിട്ട് തിരികെ മടങ്ങുകയായിരുന്ന ആലപ്പുഴ താമരക്കുളം സ്വദേശിയായിട്ടുള്ള നാസറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. നാസർ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. മുഖത്ത് അദ്ദേഹത്തിന്റെ കാര്യം ഇടിച്ച് തള്ളിയിട്ടത് കൊണ്ട് മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കണ്ണിൽ വച്ചിരുന്ന കണ്ണാടിയുടെ ഒരു ചില്ല് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത് ട്രെയിനിൽ? കരുനാഗപ്പള്ളി കഴിഞ്ഞ ശേഷം ഞാൻ ബാത്റൂമിൽ പോയതാണ്. ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ കക്ഷി കയറിയെന്നാണ് തോന്നുന്നത്. ബാത്റൂമിൽ നിന്ന് ഞാൻ ഡോർ തുറക്കാൻ നേരം ഇദ്ദേഹം ക്രോസ് നിന്ന് ഫോൺ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ലേശം ഒന്ന് മാറി നിൽക്കൂ, ഇത് ഭിന്നശേഷിക്കാരുടെ ഇതാണ്, അപ്പൊ എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ ആ അസഭ്യം, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു അസഭ്യം വെച്ചുകൊണ്ടാണ് എന്റെ പിടിച്ചങ്ങ് തെള്ളുകയും ചെയ്തു. എന്നെ അടിക്കുകയും ചെയ്തു. അടിച്ചാണ് എന്റെ കണ്ണിനും മുറുകി എൻ്റെ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും ട്രെയിനിനകത്തുള്ളവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന്, എല്ലാവരും ഭിന്നശേഷിക്കാരായിരുന്നു. അവർ ഇറങ്ങി വന്ന ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്തു, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് മാറി നിന്നിട്ട് ട്രെയിൻ സ്ലോ ആയപ്പോഴത്തേനും ചാടി ഓടിയത്. അപ്പോഴേ തന്നെ നമ്മൾ അവിടെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇത് കൊടുത്തു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടപ്പോൾ എന്നെ ശാസ്താംകോട്ടയിൽ നിന്ന് ആള് വന്നു. റെയിൽവേ പോലീസ് വന്ന് മൊഴിയെടുത്ത് പോയിട്ടുണ്ട്. RPF മറ്റാരും ആ ട്രെയിനകത്തുണ്ട്? ഇല്ല, ആരും ഇല്ലായിരുന്നു. ആരുമില്ല. അപ്പോൾ RPF ആരും അന്നേരം ഇല്ലായിരുന്നു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലെ കോച്ചിലായിരുന്നു. അതായത് ഇത്തരത്തിൽ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കോച്ചിൽ പോലും അവരുടെ ആരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു ആലുവയ്ക്ക് ശേഷം കണ്ടിട്ടേ ഇല്ല. അവർ കായംകുളത്ത് വന്ന് അവരുടെ അടുത്ത് പാസ് ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ പോലും അവർ ഗവനിക്കത്തില്ല. മറ്റുള്ളവർക്ക് പാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അവർ ഗവനിക്കത്തില്ല. അത് കാരണം അത് ഭയങ്കര അവഗണനയാണ്. ആ ഒരു കോച്ചിനോട് ഭയങ്കര അവഗണനയാണ് അവർ കാട്ടും. യുവാവായിരുന്നോ? കണ്ടാൽ തിരിച്ചറിയാൻ ഒരു 25-26 വയസ്സിനുള്ള നല്ലൊരു യുവാവായിരുന്നു. താടിയൊക്കെ ഉള്ള നല്ലൊരു പയ്യനെ കണ്ടാൽ തിരിച്ചറിയാം. 100% തിരിച്ചറിയാം ആളിനെ. മുഖത്തിടിക്കുകയും തള്ളിയിടുകയാണ്. മുഖത്തിടിക്കുകയും തള്ളിയിടുകയും അദ്ദേഹം തള്ളിയപ്പോഴത്തേക്ക് ഞാനങ്ങ് വീണു. എനിക്ക് കാലിന് സുഖമില്ലാത്ത ആളിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാനങ്ങ് വീഴുകയും ചെയ്തു. അതോടുകൂടി തന്നെ എൻ്റെ ഗ്ലാസ് ഇത് കയറിയിട്ടാണ് ഇവിടെ മുറിവുണ്ടായെന്നാണ് എൻ്റെ സംശയം. പിന്നെ അവരെല്ലാവരുടെ എന്നെ പൊക്കിയെടുത്ത്. അപ്പോഴത്തേനും എന്നെ പൊങ്കിച്ചപ്പോഴത്തേക്ക് ഇയാൾ ചാടി ഇറങ്ങിക്കളഞ്ഞു. ട്രെയിനിൽ നിന്ന് വിട്ടുപോയി കളഞ്ഞു. എവിടെ അതിന് മുൻപേ കണ്ടില്ല? ആലുവയെന്നൊന്നും കണ്ടിട്ടില്ല? കരുനാഗപ്പള്ളി സ്റ്റേഷനാണ് അദ്ദേഹം കയറി. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അത്രയും ഞാൻ ചെയ്തുള്ളൂ. അയാളടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഭിന്നശേഷിക്കാരെയാണ് മോനെ, ഇതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് മാറി നിൽക്കാനേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം എൻ്റെ മകനെ പോലൊരു പയ്യനല്ലേ. അപ്പോൾ ആ ഒരു പരിഗണന വെച്ചിട്ട് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ ഇന്ന് പ്രകോപനപരമായ ഒരു വാക്കും വീണിട്ടില്ല. ഈ റെയിൽവേ പോലീസ് മൊഴിയെടുത്തു? റെയിൽവേ പോലീസ് വന്നു. ശാസ്താംകോട്ട സ്റ്റേഷനിൽ വന്ന് മൊഴിയെടുത്ത് പോയിട്ടുണ്ട്. അവർക്ക് നമ്പറും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഏകദേശം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇട്ടുന്ന ഷർട്ടിൻ്റെയും കാര്യൻ്റെ അളവ് കളറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറെ വർഷമായിട്ട് ഇങ്ങനെ ഈ പാസ്സൊക്കെ വെച്ച് യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ഇതിനു മുമ്പ് എന്തെങ്കിലും ഇത്തരത്തിലൊരു ഇല്ല. ഇവർ ഇതിനകത്ത് ആൾക്കാർ കയറുമ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരോട് പറഞ്ഞാൽ അവർ വന്ന് ചെക്ക് ചെയ്യത്തില്ല. പക്ഷെ അത് വലിയൊരു ഇത് തന്നെയാണ്. ഒന്ന് ചെക്ക് ചെയ്യത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ചെയ്യത്തില്ല അവർ. അത് ഭയങ്കര ഇത് തന്നെയാണ്. ആ കോച്ചിനോട് കാണിക്കുന്ന ഇവർ ഭയങ്കര നമ്മൾ പറയുന്ന, സാറേ ഇതിനകത്ത് പാസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ ചെക്ക് ചെയ്യില്ല. എല്ലാവരും ഡിസബിലിറ്റി ആണോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോകാമെന്നല്ലാതെ വേറൊന്നും ചെയ്യില്ല. ഈ പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടൊരു സംഭവം പേടിയായി. തീർച്ചയായിട്ടും പേടിയാണ് നമുക്ക്. കാരണം എന്താ പറയുക, നമ്മൾ സുഖമില്ലാത്ത ആൾക്കാരാണ്. നമുക്കൊരു സുരക്ഷിതത്വം കിട്ടുമെന്നുള്ള ഒരു കോച്ചാണ്. അതിനകത്ത് പോലും പേടിയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയും ഒരു സംഭവം ട്രെയിനിൽ തന്നെ നടന്നു. അത് ഇപ്പൊ എന്റെ ഈ വിഷയം കഴിഞ്ഞപ്പോഴാണ് ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനത് എന്റെ യാത്രയിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഈ പറയുന്നത്. നാസർ പറയുന്നത് അതുപോലെ തന്നെയാണ്. പലതവണയായിട്ട് കുറേ നാളായി ഇത്തരത്തിൽ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു ഷോക്ക്. മാത്രമല്ല ഗൗരവകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഈ പരിശോധനയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് ഇത്തരത്തിൽ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടാൽ പാസ് പോലും പരിശോധിക്കാതെ കടന്നു പോകും. അത്തരത്തിലുണ്ടായ ഒരു സുരക്ഷാ വീഴ്ചയും കൂടെ ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളതും ഇനി കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരി, ലിജോയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ആ വാർത്തയിലേക്ക് വരാം. ഇടവേള.